നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തിന് പണം നൽകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. വയനാട് പുനരധിവാസത്തിന് SDRFൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കാനാകുമെന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കാത്തതിനാലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ SDRF ഫണ്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ട് പോലും കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. വയനാട് പുനരധിവാസ പാക്കേജ് വൈകാൻ കാരണം സംസ്ഥാന സർക്കാരാണെന്നും വരവ് ചെലവ് കണക്ക് പോലും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ LDFും UDFും ജനങ്ങളോട് മാപ്പ് പറയണം. ഈ പ്രശ്നത്തിൽ വസ്തുത മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ട് മോദി സർക്കാരിന് കുറ്റം പറയാൻ ഉദ്ദേശിച്ചോ ആണ് CPMും കോൺഗ്രസും ചേർന്ന് നിന്നതെന്ന് പറഞ്ഞ സുരേന്ദ്രൻ സംസ്ഥാനത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വന്ന പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ലെന്നും എന്തുകൊണ്ട് അന്തിമ മെമ്മോറാണ്ടം നൽകാൻ കാലതാമസമുണ്ടായി എന്നും ചോദിച്ചു. SDRF ഫണ്ട് ഉപയോഗിച്ചും മാത്രം കാര്യങ്ങൾ നടത്താൻ കഴിയില്ലെന്നും SDRF പണം ചൂരൽമലയിലെ ആവശ്യത്തിന് കഴിയുമോ എന്ന കാര്യം വിവാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ പറയുന്നില്ലെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അതേസമയം വിശദാംശങ്ങൾ പൂർണ്ണമായും അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായോ എന്ന കാര്യം അറിയില്ലെന്നും വ്യാഴാഴ്ച കോടതിയിൽ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതിനെതിരെ വീണ്ടും പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ വിവരാവകാശ കമ്മീഷന് മുന്നിൽ പുതിയ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ഈ പരാതി പരിശോധിച്ച ശേഷം മാത്രമേ ഉത്തരവ് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകനെ വിവരാവകാശ കമ്മീഷൻ അറിയിച്ചത്. 2030 KSEB 10,000 മെഗാവാട്ട് ഉൽപാദനശേഷി കൈവരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ നിലവിൽ ആവശ്യമുള്ളതിൻ്റെ 30% വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂവെന്നും ബാക്കി 70% അധിക വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള എതിർപ്പ് മൂലം പല ജലവൈദ്യുത പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും ജലവിഭവശേഷി വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. പുതുതായി നിർമ്മിച്ച കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം വൈദ്യുതി നിരക്ക് കൂടുകയാണെന്നും അത് അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വൈദ്യുതി നിരക്ക് കൂട്ടിയതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനുമുള്ളതാണെന്നും പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി പിൻവലിക്കണമെന്നും നിരക്ക് വർധനക്കെതിരെ കോൺഗ്രസും UDFും സമരമുഖത്ത് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ADM നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംശയകരമായ പരിക്കുകളോ പാടുകളോ ശരീരത്തിൽ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതേസമയം നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടത്തും മുമ്പ് തങ്ങളെ അറിയിച്ചില്ലെന്നാണ് നവീൻ്റെ കുടുംബം വ്യക്തമാക്കി. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. ഇന്ത്യൻ സഭാ ചരിത്രത്തിലാദ്യമായിട്ടാണ് വൈദികരിൽ നിന്നും ഒരാളെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഭക്തിസാന്ദ്രമായ സ്ഥാനാരോഹണ ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചതോടെ മാർ കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പൗരോഹിത്യത്തിൻ്റെ 20ാം വർഷത്തിലാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ നായകനിരയിൽ ഇനി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായി കാർദിനാൾ ജോർജ് കൂവക്കാട് ഉണ്ടാവും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് ഭാരതത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സ്ഥാനാരോഹണ ചടങ്ങിനിടെ പ്രധാനമന്ത്രി Xൽ കുറിപ്പിട്ടത്.
സീറോ മലബാർ സഭയ്ക്ക് ചരിത്ര നിയോഗമാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിൻ്റെ കർദിനാൾ പദവിയെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ലളിത ജീവിതം നയിക്കുന്ന വൈദികനാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടെന്നും നയതന്ത്ര രംഗത്തുള്ള മാർ കൂവക്കാടിൻ്റെ പ്രാഗൽഭ്യം മാർപ്പാപ്പ നേരിട്ട് മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കൂവക്കാടിൻ്റെ കർദിനാൾ പദവി മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തിന് സഹായകമാകുമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ആരാധനാലയ സംരക്ഷണ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വാദം കേൾക്കുമെന്ന തീരുമാനവുമായി സുപ്രീംകോടതി. ഡിസംബർ 12 മുതൽ വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ഉൾപ്പെടെ നൽകിയ ഹർജികളിൽ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കോടതി തേടിയിരുന്നു. പിന്നീട് ഹർജികൾ കോടതി പരിഗണിച്ചിരുന്നില്ല. ചൂരൽമലയിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരുമെന്നും അതിനു വേണ്ടിയുള്ള പണം തരാൻ തയ്യാറാവുമോ ഇല്ലയോ എന്ന് കേന്ദ്രം പറയണമെന്നും റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ വിഷയത്തിൽ ഹൈക്കോടതിയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് പുനരധിവാസത്തിനായി സ്വന്തം നിലക്ക് ഭൂമി വാങ്ങി വീട് വയ്ക്കാനുള്ള സന്നദ്ധത കർണാടക, തെലങ്കാന സർക്കാരുകൾ അറിയിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഇരു സർക്കാരുകളും നിരന്തരം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ ഇവരുമായി ആശയവിനിമയം പോലും നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സഹായം കൈമാറാൻ ഇനി സംസ്ഥാന സർക്കാരിനെ കാത്തുനിൽക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ദുരിതബാധിതർക്കായി ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നും PMA സലാം പറഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂർ വഴി തടഞ്ഞ് CPM പാളയം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കോടതിയലക്ഷ്യം ചൂണ്ടിക്കാട്ടി ഹർജി. ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പാതയോരങ്ങളിൽ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായാണ് സമ്മേളനം നടന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് മരട് സ്വദേശിയായ N. പ്രകാശാണ് ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.